നമ്മൾ മാസ് സിലിണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളൊരു വർക്കാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക് ലോഡ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു വിക്ടറിൻ്റെ വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എൻ്റെ കയ്യിൽ കിട്ടുന്ന ടൈമിൽ ഇതിനകത്തൊരു യൂണിക്കോണിൻ്റെ നോർമൽ ഡിസ്ക് ആയിരുന്നു. അപ്പോൾ നമ്മളിതിലേക്ക് വലിയൊരു 300 mm ഒരു ഡിസ്ക് നമ്മളിതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂണിക്കോണിൻ്റെ ഫോർക്കിൽ പൾസറിൻ്റെ ഹബ്ബും അതുപോലെ തന്നെ RTRൻ്റെ കാലിപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. 18 ഇഞ്ച് റിമ്മാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ട്വിസ്റ്ററിൻ്റെ ഒരു മഡ് ഗൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാഫ് ഹബ്ബ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലേറ്റ് സെറ്റ് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ RTRൻ്റെ ഈ ഒരു കാലിപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ത്രെഡ് ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്പേസർ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പേസർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് ആയിട്ട് അവിടെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് പാഡ് തീരുന്ന ടൈമിൽ വേറൊരു സ്ഥലത്താണ് കൊണ്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഈ ഒരു കാലിപ്പർ സ്പേസർ ചെയ്യുന്ന ടൈമിൽ അത് ഫിക്സഡ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന അണ്ടർബെല്ലിയാണ്. അണ്ടർബെല്ലി നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ക്ലാമ്പ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സൈഡിലൊരു ക്ലാമ്പ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലൊരു ക്ലാമ്പ്, അതുപോലെ തന്നെ ഈ ഒരു സെൻട്രലായിട്ട് ആ ഒരു നട്ടും ബോൾട്ടും കാണുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റേ ഒരു ചേസിൽ നിന്ന് വേറൊരു സ്റ്റേ കൂടെ വെച്ചിട്ട് താഴെ ഭാഗത്തും കൂടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻജിൻ ഗാർഡ് വയ്ക്കും മാക്സിമം ക്ലാമ്പിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഫ്രീ ആയിട്ട് നിർത്താതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈലൻസറിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ചും ഇതിൽ നമ്മൾ ഹൈഡ്രോളിക് ആക്കിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോളിക്കിൻ്റെ ക്ലച്ചാണ് നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത്. ബ്രംബോൻ്റെ തന്നെ മാസ് സിലിണ്ടറും ക്ലച്ചിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ഗ്ലാസും ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ബ്രേക്കിനും ആ ഒരു ബ്രംബോൻ്റെ തന്നെ മാസ് സിലിണ്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. സെയിം പാറ്റേണിൽ വർക്ക് ചെയ്യണ 2 മാസ് സിലിണ്ടേഴ്സാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു സിലിണ്ടറിന് ഒരു ബ്ലൂ കളർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ആ ഒരു ബാക്ക് വീലും അതുപോലെ തന്നെ ഫ്രണ്ട് വീലും ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ സിലിണ്ടറിനും അതുപോലെ തന്നെ ഡിസ്കിനും ആ ഒരു ബ്ലൂ കളർ സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കളറും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോളിഷ് ചെയ്ത ശേഷം ഈ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പോളിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു വർക്കിന് തന്നപ്പോൾ വണ്ടി വൃത്തിയായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുള്ള് ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ വേറെ എക്സ്ട്രാ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും കസ്റ്റം വർക്കിനായിട്ട് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വണ്ടി റീസ്റ്റോർ ചെയ്യാനോ അതുപോലെ പെയിൻറ്റിങ് കാര്യങ്ങൾ എന്ത് വർക്കാണെങ്കിലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വർക്കിൻ്റെ വീഡിയോ ആയിട്ട് കാണാം.